നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു? ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ വിവാഹ വിഷയത്തിൽ വിവാഹകാരകനായ ദ മേക്കർ ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ കാരകനാണ്. ആ കാരകഗ്രഹമായ ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പലപ്പോഴും ഭാര്യാവിഷയത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും. പ്രിയ കലഹ അസ്തഗതേ സുരദേപ്സു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവളുമായി കലഹിക്കും, സുരദേപ്സു ആകും. അതിനാൽ കാമവിഷയത്തിൽ ഭാര്യ അല്ലാതെ അന്യ സ്ത്രീകളുടെ പല ഇൻവോൾവ്മെൻറ്റും വരും. പ്രത്യേകിച്ച് മകരൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട്. അഗമ്യജര അങ്കനാസു നിരതഃ സന്ധ്യക്ത ലജ്ജ അഘൃണഃ. താൻ ഗമിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ പ്രായക്കൂടുതലുള്ള സ്ത്രീകൾ താനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും. ഈ ഒരു അവസരം 50 ദിവസം മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം. സ്ത്രീ സൗഹൃദത്തിന് ബലമതിക്കണം. ഇല്ലെങ്കിൽ അറിയാതെ സ്ത്രീകൾ തന്നെ ലൈഫിലേക്ക് കയറും. പ്രായക്കൂടുതലുള്ള സ്ത്രീകൾ, സൊസൈറ്റി, സമൂഹം അംഗീകരിക്കാത്ത സ്ത്രീകളൊക്കെ കയറി പ്രണയിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ വീട്ടുകാരറിഞ്ഞു, ഭാര്യ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. അതിലൂടെ ഉണ്ടാകുന്ന അപമാനങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വരും മകരം രാശിക്കാർ. ഇവിടെ വിദേശയാത്രക്ക് വളരെ അനുകൂലമാണ്. മകരം രാശിക്കാർക്ക് വിദേശയാത്രക്ക് ശ്രമിക്കണം. അതിലൂടെ ഒരു വിദേശവാസം അനുകൂലമായി വരുന്നു. അപ്രകാരം തന്നെ വിവാഹ തീരുമാനങ്ങൾ, കാരണം 7-ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ ബുധനും കൂടെയുണ്ട്, ശുക്രനോട് കൂടെ. സൗമ്യ വിവാഹഘടന, ഒരു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. പക്ഷേ അഷ്ടമത്തിൽ സൂര്യനാണ്. എടുത്തുചാടി വിവാഹ വിഷയത്തിലേക്ക് പോകരുത്. ദേശം വിട്ടുപോയി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക, ആ സ്ത്രീയെപ്പറ്റി മനസ്സിലാക്കാതിരിക്കുക, ആ സ്ത്രീ ആരെന്ന് അറിയാതിരിക്കുക, എന്നിട്ട് കയറി പ്രണയിക്കുക. അവസാനമായിരിക്കും ഇത് വലിയ ചൊറയാണ്, ഈ സ്ത്രീ വളരെ മോശമാണെന്നൊക്കെ അറിയുക. അതിനാൽ നന്നായി പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രം സഹസാ വിധതീന ന ക്രിയാം അവിവേകപരമാപതാം പദാം. അവിവേകം ഏറ്റവും വലിയ ആപത്താണ്. എടുത്തുചാടി ഒരു വിഷയത്തിലേക്കും പോകരുത്, പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ. നിങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങാം, നിങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാം, വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാം. ഈ സമയത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന വ്യക്തികൾക്ക് വളരെ നല്ലതാണ്. കല്യാണ പന്തൽ അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്രകാരം ധാരാളം മേഖലകളിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, വിവാഹ വിഷയങ്ങൾ, കാറ്ററിംഗ് സർവീസ്, ഇവർക്കൊക്കെ ഈ ഒരു 50 ദിവസക്കാലം, പ്രത്യേകിച്ച് ചിങ്ങമാസം കല്യാണത്തിൻ്റെ മാസമാണ്. അത് കഴിഞ്ഞ് കന്നി കല്യാണമില്ല, പിന്നെ തുലാം, വൃശ്ചികം, അപ്പോഴേക്ക് വേണ്ടുന്ന ഓർഡറുകൾ, ഇവൻറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന സംരംഭങ്ങൾ. അതേ രീതിയിൽ അപ്രകാരം തന്നെ സ്വർണ്ണത്തിന് വില കുറവുണ്ടെങ്കിൽ കന്യകമാർക്ക് സ്വർണം വാങ്ങാൻ വളരെ നല്ലതാണ്. പലപ്പോഴും പല ദേവാലയങ്ങളിലും ഭക്തർ ധാരാളം സ്വർണം, ഡയമണ്ടൊക്കെ സമർപ്പിക്കും. അതിനാൽ ദേവന് ധാരാളം, അല്ലെങ്കിൽ ദേവിക്ക് ധാരാളം ആഭരണങ്ങൾ ലഭിക്കുന്ന സമയവും കൂടിയാണ്. പ്രണയം വളരെ ശ്രദ്ധിക്കുക. പ്രണയത്തിലൂടെ അപകടം വരും. അല്ലെങ്കിൽ മകരൻ രാശിക്കാർക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ്. കർമ്മമേഖലയിൽ പെട്ടെന്നൊരു മാറ്റം, വിദേശത്തേക്ക് പോകാം, ഡെപ്യൂട്ടേഷനിൽ മറ്റു സ്ഥലത്തേക്ക് പോകാം. അപ്രകാരം നിങ്ങളുടെ മക്കൾക്ക് വിവാഹങ്ങൾക്ക് തീരുമാനമാകും. കാരണം മകരൻ രാശിക്കാർക്ക് 5-ാം ഭാവാധിപനാണ് ശുക്രൻ. അവരുടെ മക്കളുടെ പഠനം, മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ നിശ്ചയം മുതലായ എല്ലാ കർമ്മങ്ങളും നടത്തുവാൻ ഈ ശുക്രനും ബുധനും തമ്മിലുള്ള യോഗം വളരെ നന്നാവും. പുതിയ
പുതിയ പുത്തൻ മേഖലകളിലേക്ക് മക്കളുടെ പഠനം വ്യാപിപ്പിക്കും. അവർ വിദേശത്തേക്ക് പോവും. അതിനുവേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കിൽ നിന്നോ ലഭിക്കാം. മക്കൾക്ക് ധനക്കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് സ്വർണം വാങ്ങിക്കൊടുക്കാം. അതിനൊക്കെ വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട മകരം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 50 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.